സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് വിക്ടേഴ്സ് ക്ലാസ് 11ൻ്റെ ഒരു റിവിഷൻ വീഡിയോ ആണ്. അപ്പോൾ ആ ക്ലാസ്സിൽ സാറ് ചെയ്തത് ചാപ്റ്റർ 1ൻ്റെ ഒരു 8 പ്രോബ്ലംസാണ് ചെയ്തത്. ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ പ്രോബ്ലമാണ് ഉണ്ടായിരുന്നത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം ഇതായിരുന്നു. ഇലക്ട്രോൺസ് ഇവിടെ പോളിത്തീനും വൂളും തമ്മിൽ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ പോളിത്തീന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ഏത് ബോഡിയിൽ നിന്ന് ഏത് ബോഡിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? അപ്പോൾ നമുക്കറിയാം, നെഗറ്റീവ് ചാർജ് കിട്ടുന്ന ബോഡിക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൂൾ ടു പോളിത്തീൻ. കമ്പിളിയിൽ നിന്ന് പോളിത്തീനിലേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വെദർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ മാസ് ഓഫ് ദി പോളിത്തീൻ. പോളിത്തീൻ്റെ മാസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? യെസ് ആണ്. കാരണം ഇലക്ട്രോൺസിന് ചാർജ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മാസും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വളരെ ചെറിയ മാസാണ്, പക്ഷേ ആ മാസ് നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം എത്ര ഇലക്ട്രോൺസ് ആണോ പോളിത്തീന് കിട്ടുന്നത്, അത്രയും മാസും കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? യെസ് എന്നാണ്. രണ്ടാമത്തെ പ്രോബ്ലം കൂളംസ് ലോയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം കൂളംസ് ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ലോ വിച്ച് ഷോസ് ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. ആ ലോ നമുക്കറിയാം, അതിൻ്റെ ഡെഫിനിഷൻ അറിയാം. അതുപോലെ തന്നെ കൂളം ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സസ് ആണ്. അതുപോലെ ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുകയും ചെയ്യുന്നു. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷൻ ഫോഴ്സ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും രണ്ടും ഈ രീതിയിലാണ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ അതുപോലെ തന്നെ ദാറ്റ് ഡിക്രീസസ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ്. അതായത് 1/r എന്നല്ല 1/r² പ്രൊപ്പോർഷണലായിട്ട് ഇരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഇതാണ് ചോദിച്ചിരിക്കുന്നത്. 1 കൂളം ചാർജസ് 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും, ഇലക്ട്രിക് ഫോഴ്സ് എത്രയായിരിക്കുമെന്നും അതിന് ഒരു ഗ്രാവിറ്റേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എത്ര മാസമുള്ള ഒബ്ജക്ട്സിന് ഈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രോബ്ലം 2 എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. 1 കൂളം ചാർജസ് 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നു. അത് തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2/r² ആണ്. അപ്പോൾ അത് ചെയ്യുമ്പം 9 × 10⁹ ഇൻറ്റു Q1 Q2 1 ആയതുകൊണ്ട് 1 × 1 / 1² എന്ന് എഴുതാം. അപ്പോൾ വാല്യൂ കിട്ടുക 9 × 10⁹ ന്യൂട്ടൺ എന്നാണ്. അപ്പോൾ ഈ ഫോഴ്സ് എത്ര ലാർജർ ആണെന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷനിൽ ചാർജ് പറഞ്ഞത് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. F=mg എന്നുള്ള ഇക്വേഷനിൽ m = F/g ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാസ് കണ്ടുപിടിക്കാം. 9 × 10⁹ / gയുടെ വാല്യൂ 10 കൊടുക്കുന്നു. അപ്പം 9 × 10⁸ kg എന്ന് കിട്ടും. നമ്മളതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എടുത്ത് 9നെയും കൂടെ 10ലേക്ക് റൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 10⁹ kg എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. 10⁶ × 10�3 kg എന്ന് എഴുതാം. അപ്പം എന്തിനാണ് അങ്ങനെ മാറ്റി എഴുതുന്നത് ചോദിച്ചാൽ 10⁵ എന്ന് പറയുന്നത് 1000 kg ആണ്. അതിനെ നമ്മൾ 1 ടൺ എന്ന് വിളിക്കും. അപ്പം എത്രയാണ് മാസ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁶ ടൺ കിലോഗ്രാം എന്ന് കിട്ടും. അതായത് 10⁶ എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. 10 lakh ടൺ കിലോഗ്രാം എന്ന് കിട്ടും. ഇപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇത് എന്താണ്? ഒരു എലഫൻറ്റിൻ്റെ 1 ടൺ എന്ന് പറയുന്ന എലഫൻറ്റിൻ്റെ മാസ് ആണെങ്കിൽ എന്ത് വരും നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾക്ക് കിട്ടുന്നത് ഒരു 10 lakh ടൺ മാസുള്ള ഒരു ഒബ്ജക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും ഈ ഇലക്ട്രിക് ഫോഴ്സ്. 9 × 10⁹ ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 9 lakh അല്ലെങ്കിൽ 10 lakh ടൺ മാസാണ്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് സാധാരണ പറയാറുണ്ട്, ഒരു ആനയുടെ മാസ് 1000 കിലോഗ്രാം എടുക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് 1 ടൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 1 ടണ്ണിൽ കൂടുതലുണ്ടാവും. അപ്പം 10 ലക്ഷം ആനകൾ ഭൂമിയിൽ നിരന്ന് നിന്നാൽ അത് എത്ര ഗ്രാവിറ്റേഷൻ ഫോഴ്സാണോ ഭൂമിയിൽ എക്സേർട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഭൂമിയിൽ കൊടുക്കുന്ന ഭാരം എത്രയാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അല്ലേ? 10 ലക്ഷം ആനകൾ നിരന്ന് നിന്നാൽ. അപ്പോൾ ഇത്രയും ആനകൾ നിരന്ന് നിൽക്കുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വലൻ്റ് ആയിരിക്കും എന്ത്?
രണ്ട് 9 കൂളം ചാർജസ് 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ചാൽ അത് തമ്മിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ ഈ 1 കൂളം എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നൊക്കെ നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. 1 കൂളം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ല, ചെറിയ ചാർജ് അല്ല, വളരെ ഹൈ ചാർജാണ്. നമ്മുടെ ഒരു ക്ലാസ് റൂമിനോ അല്ലെങ്കിൽ ഒരു വീടിനോ ഒരു സ്പേസിനോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും ഒരു ഭീകരമായ അത്രയും വലിയ ചാർജാണ് 1 കൂളം. അതായത് 2 1 കൂളം ചാർജ് 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ചാൽ എന്താണ് 10 ലക്ഷം ആനകൾ ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വലാണ്. പ്രോബ്ലം 3 നോക്കൂ, ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. അതായത് ചോദിച്ചിരിക്കുന്നത് 1 കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്കിത് ക്വാണ്ടിസേഷൻ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. Q = N × E. അപ്പം N = എന്തായിരിക്കും? Q/E എന്ന് കൊടുക്കാം. അപ്പം Q എന്ന് പറയുന്നത് 1 കൂളമാണ്, അതുകൊണ്ട് 1 കൊടുത്തിരിക്കുന്നു. E എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമുക്ക് 6.28 × 10⁻18 എന്നിൻ്റെ വാല്യൂയാണ്. അപ്പോൾ അത്രയും ഇലക്ട്രോൺസ് കിട്ടും. അപ്പോൾ ഇത് സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സാമിനൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. പ്രോബ്ലം 4 ബേസ് ചെയ്തിരിക്കുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സസിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ് എടുക്കുന്നത്. ദാറ്റ് സേസ് ദാറ്റ് the net force on a single charge will be equal to the vector sum of forces produced by individual charges. അതായത് ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മുകളിലുള്ള ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി എല്ലാ ചാർജസും അതിൻ്റെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ വെക്ടർ സം എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 ചാർജസ് തന്നിരിക്കുന്നു. 1 നാനോ കൂളം, -3 നാനോ കൂളം ആൻഡ് 5 നാനോ കൂളം. ഇതെല്ലാം എക്സ് ആക്സിസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഒറിജിനിലാണ് 5 നാനോ കൂളം ഉള്ളത്. ഒറിജിനിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെ x = 2 സെൻറ്റിമീറ്ററിൽ 1 നാനോ കൂളം ഇരിക്കുന്നു. ഇനി x = 4 സെൻറ്റിമീറ്ററിൽ -3 നാനോ കൂളം ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 1 നാനോ കൂളം ചാർജും അതുപോലെ തന്നെ -3 നാനോ കൂളം ചാർജും ഈ 5 നാനോ കൂളം ചാർജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം പ്രോബ്ലം 4 നോക്ക്. Q1 = 3 ചാർജസ് Q1 Q2 Q3 നമുക്ക് പേര് കൊടുക്കാം. 1 നാനോ കൂളം അത് എവിടെയാണ് ഇരിക്കുന്നത്? x = 2 സെൻറ്റിമീറ്ററിലാണ്. ഇനി Q2 എന്ന് പറയുന്നത് -3 നാനോ കൂളമാണ്. അത് ഏതിലാണ് ഇരിക്കുന്നത്? x = 4 സെൻറ്റിമീറ്ററിലാണ്. ഇനി Q3 എന്ന് പറഞ്ഞ ചാർജിൻ്റെ മുകളിലുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 നാനോ കൂളമാണ്. അത് എവിടെയാണുള്ളത്? ഒറിജിനിലാണ്. ഇനി നമ്മുടെ പിക്ചർ നമുക്ക് നോക്കാം. നമ്മുടെ ഒറിജിൻ O എന്ന് പറഞ്ഞ ഒറിജിനിൽ 5 നാനോ കൂളം ഇരിക്കുന്നു. x = 2 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് എക്സ് ആക്സിസ് ആണ് ഇത് വരച്ചിരിക്കുന്നത്. x = 2 സെൻറ്റിമീറ്ററിൽ നമ്മുടെ 1 നാനോ കൂളം ചാർജ് ഇരിക്കുന്നു. പിന്നെ x = 4 സെൻറ്റിമീറ്ററിൽ നമ്മുടെ -3 നാനോ കൂളം ചാർജ് ഇരിക്കുന്നു. ഇത് രണ്ടും കൂടെ ഈ 5 നാനോ കൂളം അല്ലെങ്കിൽ Q3യുടെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഡയറക്ഷൻസ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഈ 1 നാനോ കൂളവും 5 നാനോ കൂളവും തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ് അല്ലേ? പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 1 നാനോ കൂളം 5 നാനോ കൂളം ഫോഴ്സിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൽഷൻ ആയിരിക്കും അല്ലേ? അകലേക്ക് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിലേക്കാണ്. നമുക്കതിനെ F1 എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ ഫോഴ്സ് -3 നാനോ കൂളവും 5 നാനോ കൂളവും തമ്മിലുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ -3 ചാർജ് ഈ 5 നാനോ കൂളത്തിന് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? അട്രാക്റ്റീവ് ആണ് ചെയ്യുന്നത്. -3യുടെ അടുത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? റൈറ്റ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് F2 എന്നും വിളിക്കാം. ഇപ്പോൾ രണ്ട് ഡയറക്ഷനും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിട്ടി. പക്ഷേ ഈക്വൽ ആവാനുള്ള സാധ്യതയുമില്ല. കാരണം ഈ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമാണ്, അതുപോലെ ഡിസ്റ്റൻസും വ്യത്യാസമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിൽ ഏത് ഫോഴ്സ് ആയിരിക്കും കൂടുതലെന്ന്? നമുക്കത് ചെയ്ത് നോക്കാം. അതിൻ്റെ വാല്യൂസിൽ നിന്ന് നമുക്ക് നോക്കാം ഏത് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് കൂടുതൽ കിട്ടുന്ന ഫോഴ്സിന് കുറഞ്ഞ ഫോഴ്സ് കുറച്ചിട്ട് കൂടുതൽ ഡയറക്ഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് വെക്ടർ അഡീഷൻ എടുക്കാം. വെക്ടർ അഡീഷനാണ് സിമ്പിൾ. പക്ഷേ ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് സാറ് വെക്ടേഴ്സ് ഉപയോഗിക്കാതെ വെക്ടേഴ്സ് ക്ലാസ്സിൽ അത് ചെയ്തത്. നോക്കാം F1 എന്താണെന്ന് നോക്കാം. F1 എന്ന് പറയുന്നത് എന്താണ്? Q1ഉം Q3യും തമ്മിലുള്ളത് അല്ലേ? അപ്പം ഞാൻ ഫുൾ ഇക്വേഷൻ എഴുതിയില്ല. 1/4πε0 Q1 1 5. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എന്താണുള്ളത്? നാനോ കൂളം എഴുതാൻ വിട്ടുപോയി. 10⁻9
സ്ക്വയർ എന്ന് വരും. ഡിവൈഡ് ബൈ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒറിജിനും ഇവിടെ 2 സെൻറ്റിമീറ്ററിലാണുള്ളത് അല്ലേ. അപ്പം 0.2 ഓൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം വാല്യൂ നോക്കുക, എത്ര കിട്ടിയത് 1.125 ഇൻറ്റു 10⁻⁻⁴ ന്യൂട്ടൺ കിട്ടും. ഇനി വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഡയറക്ഷൻ പറയണം. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലേക്കാണ് അല്ലേ. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പം നമ്മൾ എക്സ് ആക്സിൻ്റെ യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്ന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്ഷൻ ഏതെടുക്കണം? -i എന്ന് എടുക്കണം. അത് വെക്റ്റർ ഇല്ലാതെയും ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കാം. -i എടുക്കണം. ഇനി F2 എന്ന് പറയുന്ന ഫോഴ്സ് എന്താണെന്ന് നോക്കാം. F2 എന്ന് പറയുന്നത് എന്താണ്? 5 നാനോകൂളും -3 നാനോകൂളും തമ്മിലുള്ള ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4πε0. ഇവിടെ ഈ മൈനസ് ഇടണം എന്നില്ല, നമ്മൾ ഡയറക്ഷനിൽ അത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് കൊടുത്താൽ മതി. 3 × 5 ഡിവൈഡ് ബൈ, അപ്പോൾ ഇവിടെ എന്താണുള്ളത്? 10⁻⁻⁹ ഓൾ സ്ക്വയർ എന്ന് വരും. ഇനി ഡിവൈഡ് ബൈ r² ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ 5ഉം 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ നമുക്ക് 0.4 എന്ന് എഴുതാം. 0.4 ഓൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ഈ വാല്യൂ എത്രയായിരിക്കും വരിക? വാല്യൂ വരുന്നത് 8.437 ഇൻറ്റു 10⁻⁻5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഡയറക്ഷൻ കൊടുക്കണമെങ്കിലോ, ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ്, അതായത് എക്സ് ആക്സിസിൽ സെയിം ഡയറക്ഷനാണ്. അപ്പം നമുക്ക് എന്ത് കൊടുത്താൽ മതി? യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്പ് കൊടുത്താൽ മതി. ഇനി രണ്ടും നോക്കുക, ഏതിനാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ? ഇത് 10⁻⁻4, ഇത് 10⁻⁻5 ആണ് അല്ലേ. അപ്പോൾ F1-നാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അപ്പോൾ ആക്ച്വലി സാറ് ക്ലാസ്സിൽ ചെയ്ത് എന്താണ് ചെയ്തത്? F1 നിന്ന് F2 കുറച്ചു, എന്നിട്ട് F1-ന് ഡയറക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് അത് എന്താണ് വെക്റ്റർ ഉപയോഗിച്ചും ചെയ്യാം. വെക്റ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്താൽ മതി? വെക്റ്റർ അഡീഷൻ അല്ലേ. F = F1 + F2. അപ്പോൾ രണ്ടിനും ഐ ക്യാപ്പ് മൈനസ് ആക്കുന്നപ്പം ആദ്യത്തേതിൻ്റെ ഇങ്ങനെ എഴുതി -i ഇൻറ്റു -i ക്യാപ്പ് എഴുതുന്നു. രണ്ടാമത്തതിൻ്റെ എഴുതിയിട്ട് ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് എഴുതുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ട് വാല്യൂസാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അല്ലെ ഇവിടുന്ന് ഐ ക്യാപ്പ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇതിന് മൈനസ് സൈൻ കിട്ടും, ഇതിന് പ്ലസ് സൈനും ഉണ്ടാവും. ഇനി നമ്മൾ മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10⁻⁻4 ഇവിടെയും 10⁻⁻5 ഉണ്ട്. ഈ പവർ രണ്ടും ഈക്വൽ ആക്കണം. ഒന്നെങ്കിൽ 10⁻⁻4നെയും കൂടെ 10⁻⁻5 ആക്കണം, അല്ല നേരെ തിരിച്ച് 10⁻⁻5 എന്നുള്ളിടത്ത് എന്തായിരിക്കും? 10⁻⁻4 എന്നാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 10⁻⁻5ലേക്കാണ് മാറ്റിയത്. അപ്പോൾ ഇതിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം പകരം ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11.25 - 8.437 കിട്ടും. അപ്പോൾ ആ വാല്യൂ ആണ് നമുക്ക് 2.8125 കിട്ടുന്നത്. നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും ന്യൂട്ടൺ ഫോഴ്സാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഈ ഐ ക്യാപ്പൊന്നും ഇല്ലാതെയും സാറ് ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്കറിയാം, ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് എ ചാർജ് വെയർ ദ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അതർ ചാർജസ് ആൻഡ് വി ഹാവ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു F/Q, or it is the force experienced by a unit positive charge placed at a point. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E F/Q ആണ്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ കേസിലെ ഇക്വേഷൻ E 1/4πε0 Q/r² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നിരിക്കുന്നു. ആ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒരു ഇലക്ട്രോൺ താഴേക്ക് വരുന്നു, 1.5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യുന്നു. എന്നിട്ട് ആ സമയം കഴിയുമ്പം ആ ഇലക്ട്രിക് ഫീൽഡ് നേരെ റിവേഴ്സ് ചെയ്യുന്നു. എന്നിട്ട് അതിലൂടെ ഒരു പ്രോട്ടോൺ താഴേക്ക് വീഴുന്നു, അതും 1.5 സെൻറ്റിമീറ്ററാണ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ടൈം ഓഫ് ഫാൾ, രണ്ടും ആ ഒരു 1.5 സെൻറ്റിമീറ്റർ എത്താനുള്ള ടൈം ഓഫ് ഫാൾ കണ്ടുപിടിക്കാനാണ്. ഏതാണ് ഗ്രേറ്റർ ഏതാണ് ലെസ്സർ എന്ന് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ V = U + CT അല്ലെങ്കിൽ C = UT + ½ AT എന്നുള്ള ഇക്വേഷൻസ് എല്ലാം ആക്സിലറേഷൻ ഉണ്ട്. ഇവിടെ ആക്സിലറേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അവിടെ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫോഴ്സും അതുപോലെ തന്നെ ജനറൽ ന്യൂട്ടൺ സെക്കൻഡ് ലോയും കമ്പയർ ചെയ്യുന്നു. F = EQ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫോഴ്സും അതുപോലെ തന്നെ F = ma എന്ന് പറയുന്ന ന്യൂട്ടൺ സെക്കൻഡ് ലോയും കമ്പയർ ചെയ്തിട്ടാണ് ആക്സിലറേഷൻ ഇക്വേഷൻ കണ്ടെത്തുന്നത്. അതുപോലെ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. നെഗറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇതിലൂടെ ഇലക്ട്രോൺ താഴേക്ക് വീഴുന്നു എന്ന് പറയുന്നു. ഇലക്ട്രോൺ താഴേക്ക് വീഴുമെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ടു നെഗറ്റീവാണ്. അപ്പോൾ ഇലക്ട്രോണ് ഈ ഡയറക്ഷനാണ്. ഇലക്ട്രോൺ ഇവിടെ വെച്ചാൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ് അട്രാക്ട് ചെയ്യപ്പെടുക. അപ്പം താഴേക്ക് വരും. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷന് താഴേക്ക് വരുന്നു. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ താഴേക്ക് വരുന്നു. അതിന് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതായിരിക്കും? അപ്പം നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനാണ് S=ut+12at². അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ നമ്മൾ ഇവിടുന്ന് വീഴുന്നതായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 എന്ന് എടുക്കാം. പിന്നെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുക. നമ്മൾ റിയാക്ഷൻ ടൈമൊക്കെ കണ്ടുപിടിച്ചതുപോലെ ടിയുടെ ഇക്വേഷൻ കിട്ടുക √2s/a എന്ന് കിട്ടും. എസ് എന്ന് പറയുന്നത് നമ്മുടെ ഡി എന്നുള്ള വാല്യൂ ആണ്. പക്ഷെ നമുക്ക് എന്തറിയില്ല, ആക്സിലറേഷൻ അറിയില്ല. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇലക്ട്രിക് ഫോഴ്സിൻ്റെ കേസ്, ഇലക്ട്രിക് ഫോഴ്സും ന്യൂട്ടൺ സെക്കൻഡ് ലോയും ഇക്വേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് F=Q/E ആണ്. ഇലക്ട്രോൺ ആകുമ്പോൾ നമുക്ക് E/E എന്ന് പറഞ്ഞാൽ മതി. എനി ചാർജാണ് Q എടുക്കണം. ഇനി F=m/a എന്ന് പറയുന്നതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നത്. F ഈക്വൽ ആണ്, അതുകൊണ്ട് റൈറ്റ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ma = E/a എന്ന് എഴുതും. അപ്പം a = E/E/m അല്ലേ. a = E/E/m കിട്ടും. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിൻ്റെ കേസിൽ. ഇൻ ജനറൽ എനി ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്സലേഷൻ ഇക്വേഷൻ എന്തായിരിക്കും? ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. a = QE/m എന്ന് പറയുന്നതാണ് ആക്സലേഷൻ്റെ ജനറൽ ഇക്വേഷൻ. അത് QE ആണെങ്കിലാണ് ഈ ഇക്വേഷൻ കിട്ടുക. പ്രോട്ടോണിൻ്റെ കേസിൽ നമുക്ക് സെയിം ഇക്വേഷൻ ആയിരിക്കും. കാരണം പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും സെയിം ആണ്. ഒന്ന് ആ സൈൻ പോസിറ്റീവ് നെഗറ്റീവ് സൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഇവിടെ ആക്സിലേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആക്സിലേഷൻ E/m ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു 2.0 × 10⁴ Nm/Coulomb. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് ഉണ്ട്. മാസ് ഓഫ് ദി ഇലക്ട്രോൺ നമുക്കറിയാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നല്ലേ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുക 3.516 × 10⁻15 m/s² ആണ്. ഇത് വളരെ ലാർജ് ആക്സിലേഷനാണ് അല്ലേ. 10⁻15 എന്നൊക്കെ പറയുമ്പോൾ വളരെ ലാർജ് ആക്സിലേഷനാണ് ഒരു ഇലക്ട്രോണ് ഇതുപോലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് ടൈം ഓഫ് ഫോൾ, ഇലക്ട്രോണിൻ്റെ കേസിലെ ടൈം ഓഫ് ഫോൾ കണ്ടുപിടിക്കണമെങ്കിൽ √2s/a ആണ്. എസ് എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഡി എത്രയായിരുന്നു? 1.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം 2 × 1.5 സെൻറ്റിമീറ്റർ 10⁻⁻² എന്ന് കിട്ടും. എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ടൈം ഓഫ് ഫോൾ കിട്ടുന്ന എത്രയാണെന്ന് നോക്കാം. 2.92 × 10⁻⁹ സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇത് വളരെ ചെറിയ ടൈമാണ് അല്ലേ. അങ്ങനെ ആ ചെറിയ ടൈമിൽ ഇത് 1.5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തിട്ടുണ്ടാവും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? അത്രയും മൂവ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്തു. എന്നിട്ടൊരു പ്രോട്ടോൺ അതേ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ ടൈം ഓഫ് ഫോൾ എന്താണെന്ന്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഇനി നമ്മളിവിടെ ഒരു പ്രോട്ടോൺ വെച്ചാൽ എന്ത് സംഭവിക്കും? ആ പ്രോട്ടോൺ താഴേക്ക് വീഴും. കാരണം താഴെയാണ് നെഗറ്റീവ് പ്ലേറ്റ് ഉള്ളത്. അപ്പം താഴേക്ക് വീഴും. ഇനി നമുക്ക് സെയിം ഇക്വേഷൻസ് ആണ്. എസ് 1.5 സെൻറ്റിമീറ്റർ അല്ലെ, ഡി 1.5 സെൻറ്റിമീറ്റർ, ആക്സിലേഷന് സെയിം ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്തിൽ മാത്രമാണ് മാറ്റമുള്ളത്? മാസിൽ മാത്രമാണ് മാറ്റമുള്ളത്. മാസ് ഓഫ് ദി പ്രോട്ടോൺ 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പം ആക്സലേഷൻ നമ്മുടെ നേരത്തെ സെയിം ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നു. എം മാത്രം മാറ്റി കൊടുക്കുന്നു. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1.916 × 10⁻12 m/s² അല്ലേ. നമ്മൾ നേരത്തെ വാല്യൂവിനേക്കാളും ഇവിടെ നോക്കുക. പ്രോട്ടോണിൻ്റെ ആക്സിലേഷൻ കിട്ടുന്നത് 1.916 × 10⁻12 m/s. നേരത്തെ ഇലക്ട്രോണിൻ്റെ ആക്സിലേഷൻ നമുക്ക് കിട്ടുന്നത് 3.516 × 10⁻15 m/s² ആണ്. ഇതും m/s അല്ല, m/s² ആണ്. നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇലക്ട്രോണിനാണ് ലാർജർ ആക്സിലേഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഇക്വേഷനാണ് അല്ലേ.
ആക്സലേഷൻ ഇലക്ട്രോണിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് രണ്ടിനും സെയിമാണ്, ഇലക്ട്രോണിക് ചാർജ് രണ്ടിനും സെയിമാണ്, മാസ് മാത്രമാണ് വ്യത്യാസം. ആക്സലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ മാസ് ഒരു 2000 ടൈംസ് ലാർജറാണ് ഇലക്ട്രോണിനേക്കാളും. അപ്പം ആസ് ദ മാസ് ഇൻക്രീസ് ആക്സലേഷൻ ഡിക്രീസസ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ ടൈം ഓഫ് ഫോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ കേസിൽ √2s/a ആണ്. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് 1.5 × 10⁻12, എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ആൻസർ കിട്ടുക 1.25 × 10⁻7 സെക്കൻഡ്സ് എന്നാണ് കിട്ടുക. അപ്പോൾ നേരത്തെ ഇലക്ട്രോണിൻ്റെ ആണെങ്കിൽ 10⁻9 ആയിരുന്നു. അപ്പോൾ ഈ വാല്യൂ ആണ് കുറവ്. ഇലക്ട്രോണിൻ്റെ ആക്സിലേഷൻ്റെ വാല്യൂ ആണ് കുറവ്, ടൈം ഓഫ് ഫോൾ ആണ് കുറവ്. പ്രോട്ടോണിൻ്റെ വാല്യൂ ആണ് ടൈമാണ് കൂടുതൽ. അപ്പം ടൈം ഓഫ് ഫോൾ ഓഫ് ദി പ്രോട്ടോൺ വിൽ ബി ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫോൾ ഓഫ് ദി ഇലക്ട്രോൺ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ആക്സിലേഷൻ്റെ കാര്യം ഇവിടെ നോക്കുക. പ്രോട്ടോണിനും ഇലക്ട്രോണിനും വ്യത്യാസമാണ്, പക്ഷെ നമുക്ക് ഗ്രാവിറ്റേഷനിൽ എന്താണ് ആക്സിലേഷൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് =gm/r² ആണ്. അപ്പോൾ അവിടെ മാസ് ഓഫ് ദി ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ, മാസ് ഓഫ് ദി അട്രാക്റ്റീവ് ലാർജർ മാസ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡിലാവുമ്പോൾ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒബ്ജക്റ്റിൻ്റെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ട് ആക്സലേഷൻ തമ്മിലുള്ള വ്യത്യാസം. പ്രോബ്ലം 6 നമ്മൾ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതുപോലെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ടോർക്ക് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഡെറിവേഷനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ആ ഡെറിവേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും മുകളിൽ ഫോഴ്സ് വരച്ചത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ അത് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് പോസിറ്റീവ് ചാർജിൻ്റെ ടെൻഡൻസി വരിക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതുപോലെ ഒരു ഇലക്ട്രോൺ ആണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. കാരണം അത് പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. പ്രോബ്ലം 6ൻ്റെ ഡയഗ്രാം നോക്കാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഡൈപോൾ തമ്മിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അപ്പം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഇനി ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് -QE ഈ ഡയറക്ഷനും +QE ഈ ഡയറക്ഷനുമാണ്. ഇത് ശരിയാണെന്നാണ് ചോദ്യം. ഇത് ഈ മാർച്ചിൽ നിങ്ങളുടെ സീനിയേഴ്സിൽ ചോദിച്ച ചോദ്യമാണ്. ഇപ്പം എന്താണ് ആൻസർ? തെറ്റാണ് അല്ലേ? അപ്പം നിങ്ങളോട് തിരിച്ച് റീഡ്രോ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്. -Q ചാർജാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ +Q ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് സെയിം ഡയറക്ഷനിലാണ്. അപ്പം QE എന്ന് പറഞ്ഞ ഫോഴ്സ് സെയിം ഡയറക്ഷനിലാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ടോർക്കൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. P ക്രോസ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. പ്രോബ്ലം 7 നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് കാണുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ പാസിംഗ് നോർമലി ത്രൂ എൻ ഏരിയ. അതായത് ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എത്രയാണോ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ഡിനോട്ട് ചെയ്യുന്നത് φ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. φ = E.A എന്ന് പറയുന്നതാണ് ജനറൽ ഇക്വേഷൻ. അപ്പം അതിൽ E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും A എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പം E.A എന്ന് പറഞ്ഞാൽ എന്താണ്? EA cos θ ആണ്. അപ്പോൾ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ θ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ വിൽ ബി ഓൾവേസ് നോർമൽ ടു ദ ഏരിയ. ഏരിയയ്ക്ക് നോർമലായിട്ടായിരിക്കും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സർക്കുലർ ഡിസ്ക് വെച്ചിരിക്കുന്നു. ആദ്യത്തെ കേസിൽ അത് ഒരു ആംഗിളിൽ ഏരിയ വെക്ടർ ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? രണ്ടാമത്തെ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഈ സർക്കുലർ ഡിസ്ക് നേരെ പാരലായിട്ട് വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ. അപ്പോൾ അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് നോർമൽ ടു ദ സർക്കുലർ ഡിസ്ക് ഈസ് അറ്റ് ആൻ ആംഗിൾ 90 ഡിഗ്രി വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഈ
ഏരിയ വെക്ടറിൻ്റെ അല്ലെങ്കിൽ സർക്കുലർ ഡിസ്കിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് 90 ഡിഗ്രിയിലാണ്. അപ്പം നമുക്കത് അറിയേണ്ട ആൻസർ 0 ആയിരിക്കും. ഇനി മൂന്നാമത്തെ സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഇത് സർക്കുലർ ഡിസ്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡിന് 90 ഡിഗ്രിയിൽ വെച്ചിരിക്കുന്നു. അപ്പം ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് വരിക, അല്ലെങ്കിൽ നോർമൽ സെയിം ഡയറക്ഷനിൽ വരും. തീറ്റ 0 ആണ്. അവിടെ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നമുക്ക് നോക്കാം. പ്രോബ്ലം 7ൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എൻ്റെ ഡയഗ്രം നോക്കാം. ആദ്യത്തെ എ പാർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ഇലക്ട്രിക് ഫീൽഡ് അപ്പം ഈ കുറച്ച് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ സർക്കുലർ ഡിസ്ക് ഇരിക്കുന്നത്. അപ്പോൾ ഏരിയ വെക്ടർ ഈ ഒരു ആംഗിളിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 കിലോ ന്യൂട്ടൺ പെർ കൂളം. 2 കിലോ എന്ന് പറയുമ്പോൾ 10⁻³ ഇടണം. ഇനി റേഡിയസ് ഓഫ് ദി ഡിസ്ക് 0.1 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് തന്നത് എന്താണ്? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് അല്ലേ? കാരണം ഫ്ലക്സ് φ = E.A ആണ് അല്ലേ? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സർക്കുലർ ഡിസ്കിൻ്റെ ഏരിയ എന്തായിരിക്കും? πr² ആയിരിക്കും. അപ്പോൾ E.A. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഉള്ളതുകൊണ്ട് E × A cos 30 എന്ന് കിട്ടും. ഇനി ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. πr² എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം, അല്ലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഫ്ലക്സ് = E × Aക്ക് πr² കൊടുക്കുന്നു, cos 30 കൊടുക്കുന്നു, ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ? 2 × 10⁻³ പിന്നെ π 3.14 6.1², അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് 54.38 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്ന് കിട്ടും. അപ്പം ഈ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഫ്ലെക്സിൻ്റെ വാല്യൂ. ഇനി അതിൻ്റെ സെക്കൻഡ് കേസ് നോക്കാം. എങ്ങനെയാണ്? ഈ സർക്കുലർ ഡിസ്ക് പാരലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നോർമൽ ടു ദ ഡിസ്ക് എന്താണ്? 90 ഡിഗ്രിയിലാണ് അല്ലേ? അപ്പം നമ്മുടെ ആംഗിൾ എന്തായിരിക്കും കിട്ടുക? 90 ഡിഗ്രി. ഈസിയായി. അപ്പോൾ ഫ്ലക്സ് = EA × cos 90. cos 90 0 ആണ്, ഫ്ലക്സ് 0 ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. 0 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം എഴുതാം, അല്ലേ വോൾട്ട് മീറ്റർ എന്ന് വേണമെങ്കിലും എഴുതാം. ഇനി സി പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? സർക്കുലർ ഡിസ്ക് നേരെ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിരിക്കുന്നു, ഇങ്ങനെ വെച്ചിരിക്കുന്നു അല്ലേ? അപ്പം ഏരിയയുടെ വെക്ടർ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനാണ് ഉണ്ടാവുക. അപ്പം ഇയും എയും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് φ = E × A × cos 0. cos 0 1 ആണ് അല്ലേ? അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 62.8 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്ന് കിട്ടും. അപ്പോൾ ഈ കേസിലാണ് മാക്സിമം ഫ്ലക്സ് കിട്ടുക. 62.8 ആണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക. മറ്റേ കേസിൽ എന്താണ്? 54.38 ആണ്. അപ്പോൾ 30 ഡിഗ്രിയിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ തീറ്റ = 0 അത് നേരെ നമ്മളിപ്പോൾ വെള്ളം ഒഴുകുമ്പോൾ ഒരു റിങ് നേരെ പിടിക്കുമ്പോൾ നോർമലായിട്ട് നേരെയാണ് പിടിക്കുന്നതെങ്കിൽ എന്താണ്? കൂടുതൽ വെള്ളം ആ റിങ്ങിലൂടെ കടന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലക്സ് ഒഴുകുന്ന ഒരു ഇതിൽ നമ്മളൊരു സർഫസ് നേരെ പെർപെൻഡിക്കുലറായിട്ടാണ് വെക്കുന്നതെങ്കിൽ മാക്സിമം ഫ്ലക്സ് അതിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കിട്ടുന്നത്. ഏഴാമത്തെ പ്രോബ്ലം ഗോസസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഗോസസ് ലോയിൽ എന്താണ് പറയുന്നത്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആൻഡ് ദ ഇക്വേഷൻ ഈസ് φ = 1/ε0 × Q. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനോ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിനുള്ളിൽ എത്ര ചാർജുകളുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് ε0 ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലക്സ് കിട്ടും. ഫ്ലക്സ് കിട്ടിയാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. E.A ആണ് ഫ്ലക്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഫ്ലക്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്നത് 2 ചാർജസ് തന്നിരിക്കുന്നു. 4 നാനോ കൂളം, അതുപോലെ തന്നെ -6 നാനോ കൂളം. എന്നിട്ട് 3 സർഫസ് തന്നിരിക്കുന്നു. സർഫസിൻ്റെ റേഡിയസ് 3 സ്പിയേഴ്സ് തന്നിട്ടുണ്ട്. സ്പിയേഴ്സിൻ്റെ റേഡിയസ് 0.5 മീറ്റർ, 1.5 മീറ്റർ ആൻഡ് 2.5 മീറ്റർ. ഈ 3 റേഡിയസ് ഉള്ള സ്പിയേഴ്സിലൂടെയും കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. 8ൻ്റെ പിക്ചറിലേക്ക് പോകാം. 4 നാനോ കൂളം ഇതിൻ്റെ ഓർഡേഡ് പെയർ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത് 2 0 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 0 ആണ്. പിന്നെ -6 നാനോ കൂളത്തിൻ്റെ എന്താണ്? 0 1 ആണ്, അത്രയും മീറ്റർ തന്നിരിക്കുന്നത് അല്ലേ? അപ്പം കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എന്താണ്? 0, വൈ കോർഡിനേറ്റ് 1. അപ്പം പിന്നെ തന്നിരിക്കുന്ന 3 സ്പിയേഴ്സ് ആണ്. അതിൽ ഓരോന്നിലൂടെയുള്ള ഫ്ലക്സ്. അപ്പം ഈ വാല്യൂസ് ഞാൻ പറഞ്ഞിരുന്നു. ഇനി നമുക്കതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. നമ്മൾ XY ആക്സിസ് വരച്ചു. അപ്പോൾ ഏകദേശം ഒരു 2 യൂണിറ്റ് എടുത്തിട്ട് 4 നാനോ കൂളം ഇവിടെ വരച്ചു. അപ്പോൾ ഈ പോയിന്റിലാണ് 4 നാനോ കൂളം. പിന്നെ ഒരു യൂണിറ്റ് എടുത്തിട്ട്, അതായത് 2 0 ആണ് അല്ലേ? 2 ആണ് എക്സ് ആക്സിൽ വരും. 2 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലാണ് വരുന്നത്. ഇനി 0 1 എന്ന് പറയുന്നതോ? 0 1 എന്ന് പറയുന്നത് വൈ ആക്സിലാണ്. അപ്പോൾ ഏകദേശം ഒരു 1 യൂണിറ്റ് എടുത്ത് -6 നാനോ കൂളം വരച്ചു. ഇനി 3 സ്പിയേഴ്സ് അല്ലേ? അതിനെ S1 S2
S3 എന്ന് പേര് കൊടുക്കാം. S1 S2 S3. അപ്പം S1ൻ്റെ റേഡിയസ് എന്താണ്? 0.5 ആണ്. അപ്പം 0.5 എടുക്കുമ്പോൾ ഈ 1ൻ്റെ ഉള്ളിലൂടെ പോകും. S1 അപ്പോൾ ചെറിയ സ്പിയർ. ഇനി S2 1.5 ആണല്ലേ, അപ്പം 1ഉം 2 ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകും. S3 എന്ന് പറയുന്നത് 2.5, അപ്പോൾ ഇങ്ങനെ കടന്നു പോകും. ഇനി നോക്കാം S1ൽ എന്തുണ്ട്? S1ൻ്റെ ഉള്ളിൽ ചാർജസ് ഒന്നുമില്ല. ഇനി S2ൻ്റെ ഉള്ളിലോ? S2ൻ്റെ ഉള്ളിൽ ഒരു ചാർജ് മാത്രമുണ്ട്, -6 നാനോ കൂളം ഉണ്ട്. ഇനി S3ൻ്റെ ഉള്ളിലോ? S3ൻ്റെ ഉള്ളിൽ 4 നാനോ കൂളം ഉണ്ട്, -6 നാനോ കൂളം ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഫ്ലെക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം സർഫസ് S1ൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഗോസസ് ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 1/ε0 × Q enclosed. Q enclosed എന്താണെന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഈ സ്പിയറിൻ്റെ ഉള്ളിൽ ചാർജസ് ഒന്നുമില്ല, Q enclosed 0 ആണ്, ഫ്ലെക്സ് φ = 0 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് സർഫസ് നോക്കാം. സെക്കൻഡ് സർഫസിൻ്റെ ഉള്ളിൽ S2ൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്നുള്ളത് -6 നാനോ കൂളം ഉണ്ട്. അപ്പം Q enclosed -6 നാനോ കൂളം ആണല്ലേ. അപ്പോൾ φ 1/ε0 × -6 × നാനോ 10⁻⁹ കൂളം എഴുതണം. ε0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8.852 × 10⁻12 അങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുക -677.6 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്ന് കിട്ടും. അപ്പോൾ ഈ മൈനസ് വാല്യൂ കാണിക്കുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് നെഗറ്റീവാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ്, സ്കാലർ ക്വാണ്ടിറ്റി അല്ല, കാരണം ഇലക്ട്രിക് ലൈൻസ് ഉള്ളിലേക്ക് വരുന്നതുകൊണ്ടാണ് മൈനസ് വാല്യൂ വരുന്നത്. ഇനി ലാസ്റ്റ് സർഫസ് S3ൽ എന്താണ്? ഈ 4 നാനോ കൂളം ഉണ്ട്, -6 നാനോ കൂളം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലക്സ് φ3 കണ്ടുപിടിക്കുമ്പം ഇക്വേഷൻ എഴുതി Q enclosed ആദ്യം കണ്ടുപിടിക്കാം. -6 + 4 നാനോ കൂളം. അപ്പം -6 + 4 നാനോ ഇത് ആഡ് ചെയ്യുമ്പോൾ -6 + 4 -2 നാനോ കൂളം എന്ന് കിട്ടും. ഇനി φ3യുടെ വാല്യൂ 1/ε0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -2 × 10⁻⁹ വാല്യൂ കിട്ടുക -225.8 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഓർ രണ്ടാമത്തെ യൂണിറ്റ് എന്താണ്? വോൾട്ട് മീറ്റർ അല്ലേ. വോൾട്ട് മീറ്റർ എന്ന് നോക്കാൻ എളുപ്പമാണ്. അപ്പം ഇവിടെ നെഗറ്റീവ് കിട്ടുന്നത് കാരണം എന്താണ്? നമ്മുടെ ടോട്ടൽ ചാർജ് നെഗറ്റീവാണ്, ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലേക്കാണ്, ഇലക്ട്രിക് ഫ്ലക്സ് അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പം നമ്മളിവിടെ 8 പ്രോബ്ലവും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പം കുറച്ച് ഫാസ്റ്റായിരിക്കും, നിങ്ങൾ ഒന്നും കൂടെ ഇതിൽ കുറച്ചെണ്ണമൊക്കെ ടഫുണ്ട്. അത് ചിലതൊക്കെ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് ഒഴിവാക്കി പഠിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഓരോ പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ തിയറി കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നെക്സ്റ്റ് പാഠം എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അത് കമ്പാരിറ്റീവ്ലി ഈ ചാപ്റ്ററിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ അതിൻ്റെ വിക്ടർ ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാം.